ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് വിക്രമിനെ കോഫി എടുക്കാൻ പോവാണ് വേദ. അപ്പൊ അമ്മ പറയും മാഷിനും കൂടെ എടുത്തോളാനേ. അങ്ങനെ വേദ അത് തയ്യാറാക്കണേ. വിക്രം അവിടെ ഹാളിൽ ഇരിപ്പുണ്ട്. ഈ സമയം മാഷ് അങ്ങോട്ട് വരും. വിക്രമിനെ കാണുമ്പോ ഒന്നും മിണ്ടുന്നൊന്നുമില്ല, നോക്കുന്നുണ്ട്. ശേഷം ടവലെടുത്ത് മുഖക്കൊന്ന് തുടയ്ക്കണേ. ഈ സമയം ഒരു കോൾ വരികയാണ്. ആരാ എന്നിങ്ങനെ വിചാരിച്ച് നമ്പർ മാത്രമുള്ള ആ കോൾ എടുക്കും. അങ്ങനെ പരിചയമുള്ള ഒരാളാട്ടോ വിളിക്കുന്നത്. ആ രവി, നമ്പർ കണ്ടപ്പോ മനസ്സിലായില്ല. അവിടുന്ന് ചോദിക്കുമ്പോ മകരവിളക്കിനാണെന്ന് തോന്നുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവിടുന്ന് സംസാരിക്കുന്ന കാര്യം കേട്ടിട്ട് മാഷ് ഞെട്ടിപ്പോവാണ്. എന്നാര് പറഞ്ഞോ? രവി നേരിട്ട് കണ്ടോ? ശരി, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. എന്നിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് വരികയാണ് റൂമിൽ നിന്ന്. എന്നിട്ട് നല്ല ദേഷ്യത്തോടെ അവിടെ വന്ന് നിൽക്കും. വേദയും അമ്മയൊക്കെ മാഷെ അങ്ങനെ നോക്കും. കമല വന്നിട്ടേക്കും, എന്താ മാഷേ? വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനാണ് കമലെ എന്റെയും നിന്റെയും വിധി. എന്ത് പറ്റി മാഷേ? അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രീജയും അടുത്ത് വരും, നന്ദിനിയും. ഒരു നക്ഷത്രം കണ്ടെന്ന് തോന്നുമ്പോഴേക്കും രാവ് മറക്കുന്ന കുട്ടികളെ പോലെയാ നമ്മള്. വേദയോട് പറയും, ഞങ്ങളുടെ കാര്യം പോട്ടെ, പകൽ വെളിച്ചത്തിൽ നീയും പറ്റിക്കപ്പെടാണല്ലോ മോളെ. വേദയുടെ ആങ്ങളെ ഉണ്ടല്ലോ ശ്രീകാന്ത്, അയാളുടെ ഫാക്ടറി പൂട്ടിക്കാൻ നിന്റെ മകനും ശ്രീകാര്യ ശ്രീനിവാസന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടിയും കൂടെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത്. വിക്രമിനെ നോക്കുമ്പോ വിക്രം ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കും. മാലയിട്ടാലും വ്രതം എടുത്താലും നേർച്ച നേർന്നാലും നിന്റെ മകന്റെ ദൈവം ശ്രീകാര്യ ശ്രീനിവാസനാണ്. അത് അവസാനിപ്പിക്കാതെ ഒരു വ്രതം കൊണ്ടും ഒരു ഫലവും ചെയ്യില്ല. അപ്പൊ വിക്രം പറയും, മാല ഇട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. മാഷു പറയും, ചെന്നായ്ക്കളെ ആട്ടിൻതോലിടുന്നത് പോലെ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. സമരം ജയിക്കാൻ അവരെന്ത് അക്രമ മാർഗവും സ്വീകരിക്കും. അപ്പൊ എല്ലാരും വിക്രമിനെ നോക്കുമ്പോ വിക്രം കമലയോട് പറയും, ഇതൊരു അക്രമ സമരമൊന്നും അല്ലമ്മേ. കമല പറയും, എന്നാലും എന്തിനാ മോനെ ഇതെല്ലാം? മാഷ് വേദയോട് പറയും, നിന്റെ ശ്രമങ്ങൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളൂ, എനിക്ക് നിന്നോട് സഹതാപ എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പോകും. ഈ സമയം വിക്രം വിളിച്ചു പറയും, അയ്യപ്പ ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മാഷിന് ഒന്നും കേൾക്കണ്ടെന്നുള്ള മട്ടിലെ ദേഷ്യത്തോടു കൂടെ ആ കഥ കാഞ്ഞടക്കിയ വേദ കൊണ്ടുകൊടുത്ത ആ കോഫി അവിടെ വെച്ച് വിക്രമും അവിടെ നിന്ന് ഇറങ്ങും. ഈ സമയം വേദ പിന്നാലെ ചെല്ലും ആ കോഫി ആയിട്ട്. എന്നാൽ വേദ അവിടെ എത്തുമ്പോഴേക്കും വിക്രം വണ്ടിയെടുത്ത് അവിടുന്ന് പോവാണേ. വേദയ്ക്ക് പിന്നാലെ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. വേദയ്ക്ക് വിഷമാവും. നന്ദിനി സന്തോഷിച്ചിട്ട് പറയും, പോയല്ലേ. ഒരു ചൊല്ലുണ്ട്, മുമ്പ് എപ്പോഴോ വിക്രമിനെ കുറിച്ച് പറയുമ്പോ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, കുരങ്ങൻ കുലം മറന്നാലോ വാല് മറക്കില്ല. അതായത് നീ ശ്രമിച്ചതുകൊണ്ടൊന്നും അവൻ മാറാൻ പോകുന്നില്ലെന്ന്. വേദ പറയും, ഓ, പഴഞ്ചൊല്ലൊക്കെ പഠിച്ചു തുടങ്ങിയല്ലോ. നന്ദിനി പറയും, ഇത്തരം സന്ദർഭങ്ങളിൽ ഉപകാരാവും. വേദ പറയും, എനിക്ക് ഞാനും ഒന്ന് പറയാം. നന്ദിനി വെള്ളത്തിൽ കുളിച്ചാലും നന്ദിനി തന്നെ. എന്ത്? വേദ പറയും, നന്ദിനിയുടെ സ്ഥാനത്ത് സാധാരണക്കാര് പറയാറുള്ളത് നായ എന്നാണ്. എന്ത് എന്ന് നന്ദിനി വീണ്ടും ചോദിക്കുമ്പോ, ആരോട് എന്ത് പറയാൻ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോകും. നന്ദിനി അവിടെ നിന്നിട്ട് വിചാരിക്കും, എന്ന് വെച്ചാ നായ വെള്ളത്തിൽ കുളിച്ച നായ തന്നെ. അപ്പൊ നായയുടെ സ്ഥാനത്ത് ഞാൻ നന്ദിനി എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് ഡി എന്ന് വിളിച്ച് ഛേ എന്നും പറഞ്ഞ അവിടെ ഇങ്ങനെ നിൽക്കാണ് നന്ദിനി ദേഷ്യത്തോടെ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. വേദയുടെ വീട്ടില് വേദയുടെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ പത്മ അങ്ങോട്ട് വരും. കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാണോ? അപ്പം ശങ്കരൻ പറയും, എനിക്കറിയില്ല. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ഇന്ന് വരെ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ബാക്കി ഇതെല്ലാം. ചന്ദ്രശേഖരനുമായി ചേർന്ന് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയപ്പോഴേ ഞാൻ താക്കീത്, ഭാവിയിൽ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായി കോടതിയിലേക്ക് വരേണ്ട അവസരം ഉണ്ടാക്കരുതെന്ന്. പത്മം പറയും, ഇപ്പോഴുള്ള അവരുടെ ആവശ്യങ്ങളെ ന്യായമല്ലെന്നാ ശ്രീകാന്ത് പറയുന്നത്. ശങ്കരൻ പറയും, ലോകത്ത് ഒരു കമ്പനിയും അവരുടെ തൊഴിലാളികളുടെ അവകാശം ന്യായമാണെന്ന് അംഗീകരിച്ചിട്ടില്ല. എല്ലാ അവകാശങ്ങളും തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ളത് അവകാശങ്ങളിലൂടെയും നിയമത്തിന്റെ വഴിയിലൂടെയോ. ഇവിടെ നിയമം പോലും അവർക്ക് അനുകൂല്യമാണെന്നാണ് വ്യാഖ്യാനം. അവൻ എന്റെ മകനായി പോയില്ലേ. അപ്പോ പത്മം പറയും, ഞാൻ വേദയെ വിളിച്ചിരുന്നു. എന്തിനെ? അവനോട് പിന്മാറാൻ പറയാനോ? അല്ല, കാര്യങ്ങൾ അറിയാനാ. വിക്രം മലയ്ക്ക് പോവാൻ മാല ഇട്ടിരിക്കുകയാണത്രേ. അത് കേൾക്കുമ്പോ ശങ്കരൻ ഞെട്ടിപ്പോകുന്നുണ്ട്. കമ്പനിയുടെ നേരെയോ ആളുകളുടെ നേരെയോ അക്രമസമരം ഉണ്ടാവില്ലെന്ന് അവൻ വേദയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെന്ന്. ശങ്കരൻ പറയും, നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. അത് പറഞ്ഞ് ശങ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. ശ്രീകാന്ത് മഴയത്തൂടെ അങ്ങനെ കൊടയായിട്ട് നടന്ന് ഒരു കാറിലേക്ക് കയറാണ്. ആ കാറാണെങ്കില് വാസവന്റെ ആണ്. അങ്ങനെ ശ്രീകാന്ത് അവിടെ കയറി ഇരുന്നിട്ട് വാസവന് കൈ കൊടുക്കും. എന്നിട്ട് ശ്രീകാന്ത് പറയും, അപ്പോ നമ്മൾ തമ്മില് ഒരു ഡീൽ ഉറപ്പിച്ചു എന്ന് കരുതട്ടെ. വാസവൻ പറയും, അങ്ങനെ പെട്ടെന്ന് വഴങ്ങിയാൽ വാസവൻ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചു എന്നല്ല അർത്ഥം. കൈ തന്നത് നിങ്ങൾ വിക്രത്തിനെതിരെ എന്നെ തേടി വന്നു എന്നുള്ള സന്തോഷത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്തിനതിന് തയ്യാറാവുന്നു എന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോ വാസവൻ പറയും, അത് നിങ്ങളുടെ വശം. എന്റേത് എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒന്നാണല്ലോ. സംശയിക്കണ്ട, എനിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹമില്ല. പക്ഷേ അപ്പുറത്ത് നിങ്ങളുടെ സ്വന്തം പെങ്ങളാണല്ലോ നിൽക്കുന്നത്.
അതുകൊണ്ട് എന്റേതായ രീതിയിൽ ചെറിയൊരു അന്വേഷണം. അതിനിടയില് ഞാൻ പറയുന്ന പോലെ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക്. എന്താ എന്ന് ധൃതിയിൽ ചോദിക്കുമ്പോ വാസവൻ പറയും, ഇങ്ങനെ ധൃതി കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്തായാലും നമ്മൾ തമ്മിൽ ഇനിയും കാണും. അന്ന് നമ്മുടെ സൗഖ്യം കുറെ കൂടെ ഉറപ്പിക്കുന്ന ഒരു ഡീൽ ഞാൻ സംസാരിക്കാം. ബൈ എന്ന് പറയുമ്പോ ശ്രീകാന്തിന് അങ്ങോട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. എങ്കിലും ബൈ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങാട്ടോ. അപ്പോൾ ഉണ്ടാവും നന്ദിനി പുറത്തുനിന്ന് എന്തോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. വേദയെ കാണുന്നതും ബാക്കിലേക്ക് കൈവയ്ക്കും. അല്ല, വേദ എന്ത് ഈ സമയത്ത് ഓഫീസിലേക്ക് രാവിലെ പോയതായിരുന്നല്ലോ, ഉച്ചയായപ്പോഴേക്ക് വന്നോ? വേദ പറയും, അതവനൊരു ഫയൽ മറന്നുപോയി, അത് എടുക്കാനായിട്ട് വന്നതാ. എന്നിട്ട് എടുത്തോ? ആ എടുത്തു, ഇതാ എന്ന് പറഞ്ഞ ബാഗിലുണ്ടെന്ന് കാണിച്ചെടുക്കും. തിരിച്ചു പോവാണല്ലോ അല്ലേ? വേദ പറയും, അതെ. നല്ല പേരുണ്ട്, വേഗം പൊക്കോ. വേദ നന്ദിനിയുടെ കയ്യിലേക്ക് നോക്കും. നന്ദിനി അത് ബാക്കോട്ട് തന്നെ പിടിക്കുന്നുണ്ട്. വേദ മനസ്സിൽ വിചാരിക്കും, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. നന്ദിനി പറയും, ഓഫീസിലേക്ക് പോകാനായി വേദയ്ക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചാ നല്ലതായിരിക്കല്ലേ? വേദ പറയും, ഒരു ചെറിയ കാറായാലോ എന്നുള്ള ഒരു ആലോചനയുണ്ട്. അതാകുമ്പോ പിന്നെ മഴയത്തും പ്രശ്നമില്ലല്ലോ. നന്ദിനി ആഹാ എന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെ വേദ പറയും, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ പൊക്കോട്ടെ. നന്ദിനി പറയും, ആ. അങ്ങനെ വേദ ഇറങ്ങുമ്പോ സന്തോഷ് തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ വേദ തിരിഞ്ഞിട്ട് നന്ദിനി എടുത്തി, എന്താ ഒരു കള്ളത്തരം പോലെ? നന്ദിനിക്കോ? എനിക്കോ? വേദ പറയും, പിന്നെ എനിക്കാണോ? നന്ദിനി പറയും, അല്ലെങ്കിലും വേദ എപ്പോഴും ഇങ്ങനെയാ, എന്റെ കുറ്റം കണ്ടെത്താനേ നോക്കുള്ളൂ. എന്തിനാ വേദ ഇത്? ഞാനും വേദയുടെ ഏട്ടത്തിയമ്മ തന്നെയല്ലേ? വേദ പറയും, അയ്യോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, കാര്യാക്കണ്ട. എന്നാ സമയം കളയാതെ വേഗം ചെന്നാട്ടെ. അങ്ങനെ നന്ദിനി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ വേദ തിരിയും. ആ കവറിൽ എന്താ നന്ദിനി എടുത്തി? ഏത് കവറില്? ആ മറച്ചു വെച്ച കവറില്ലേ? അപ്പൊ നന്ദിനി അത് പുറത്തെടുത്തിട്ട് ഒരു എണ്ണയുടെ പേര് പറയും. ദന്തപാല. ഈ ദന്തപാല കൊണ്ട് ഉണ്ടാക്കുന്ന എണ്ണ എന്തിന്? വെറുതെ അല്ല, ഭയങ്കര ധാരണ അതിനാ. ആ എന്നാ ശരി എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ വേദ മനസ്സിൽ വിചാരിക്കും, ഇതെന്തോ കുഴപ്പാണ്. നന്ദിനി ഹോ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് കയറി പോവും. വേദ അപ്പൊ തിരിഞ്ഞു നോക്കുക. എന്തായിരിക്കും നന്ദിനി എടുത്ത് ഒളിച്ചത്? ചെന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞ് വേദ പിന്നാലെ ചെല്ലുന്നുണ്ട് കേട്ടോ. നന്ദിനി കാണാതെ. ആ സമയം നന്ദിനി ഉണ്ടാവും കിച്ചണിൽ ചെന്ന് ആരും കാണാതെ ഒരു മഗ് വെള്ളം എടുത്തിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുന്ന കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്താ. ശേഷം അവിടെ കട്ടിലിരുന്ന് ആ കവർ ഓപ്പൺ ചെയ്യണേ. അതിൻ്റെ അകത്ത് ചിക്കൻ ബിരിയാണി. അങ്ങനെ അതിന്നൊരു ചിക്കൻ്റെ ലെഗ് പീസ് ഒക്കെ എടുത്ത് അതും നോക്കി വെള്ളം ഇറക്കി അത് കഴിക്കാൻ തുടങ്ങാണേ. എല്ലാം വേദ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. എൻ്റെ അയ്യപ്പ ചിക്കൻ ബിരിയാണിയോ? അങ്ങനെ നന്ദിനി പറയും, എൻ്റെ അയ്യപ്പ എന്നോട് പുറത്തേക്കണേ, ഞങ്ങള് പെണ്ണുങ്ങള് അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, ഒറ്റ തവണ എന്നോട് ക്ഷമിക്കണേ. വേദ വിചാരിക്കും, ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് എന്നെ കയറും. കമല ഇത് കാണും. എന്താ മോളെ, പോയില്ലേ? പോയതായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു. എന്താ? അപ്പോ ഏതോ പറയും, അമ്മ വാ ഞാൻ കാണിച്ചു തരാം. വാ അമ്മേ, ഒരു ഉഗ്രൻ കാഴ്ചയാ, മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാണ് വേദ. എന്താ മോളെ? അങ്ങനെ നന്ദിനിയുടെ റൂമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വേദ അമ്മയുടെ നന്ദിനിയെ വിളിക്കാൻ പറയും. നന്ദിനി എന്ന് വിളിക്കുമ്പോൾ നന്ദിനി ആ ചിക്കൻ ബിരിയാണി കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അമ്മയുടെ വിളി കേൾക്കുന്നതും നന്ദിനി ആകെ പേടിക്കും. എന്താ അമ്മേ, ഒന്ന് തുറന്നേ. നന്ദിനി ആകെ പേടിക്കും. എന്റെ അയ്യപ്പാ എന്നും വിളിച്ചുകൊണ്ട് ആ ചിക്കന്റെ കാലും പിടിച്ചിരിക്കവിടെ. ദാ വരുന്നോ? വേദയോട് വയ്ക്കും. എന്താ? വേദ ഇപ്പൊ പറയാന്ന് പറഞ്ഞോണ്ട് കാര്യം പറയുന്നൊന്നുമില്ല കേട്ടോ. ഇതേ സമയം നന്ദിനി അതൊക്കെ വീണ്ടും ആ പാക്കറ്റിലൊക്കെ ആക്കിയിട്ട് കയ്യൊക്കെ സാരിയിൽ തന്നെ തുടയ്ക്കും. എവിടെയാ വെക്കേണ്ടതെന്ന് അറിയാതെ ഒന്ന് വട്ടം കറങ്ങുക. ശേഷം അവിടെ എവിടെയോ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് കഥ തുറക്കും. വേദയെ കാണുമ്പോ, നീ പോയില്ലേ? വേദ എന്ന് തലയാട്ടും. അങ്ങനെ കമലയ്ക്കും, നീ എന്താ അവിടെ ചെയ്യുന്നേ? ഒന്നുമില്ല. അപ്പൊ വേദ പറയും, വെറുതെ ആലോചിച്ചിരിക്കായിരുന്നല്ലേ? വെറുതെ ഇങ്ങനെ. വേദ പറയും, ആലോചിച്ച എന്താണെന്ന് ഞാൻ പറയാം. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായിരുന്നല്ലേ? അപ്പൊ തന്നെ കമലയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലാവും. നീ എന്തെങ്കിലും കഴിക്കായിരുന്നോ? അല്ലമ്മേ. വേദ പറയും, നന്ദിനി എടുത്തിയേ കോഴീന്റെ മണം. നന്ദിനി പറയും, ആ അതൊരു കോഴി ഇതുവഴി നടന്നു പോകുന്നുണ്ടായിരുന്നോ? വേദ പറയും, വെച്ച കോഴിയുടെ മണ. അപ്പൊ കമല പറയും, വേദ ഒന്ന് നോക്കട്ടെ, നീ ഇവിടെ നിന്നോ. വേദ പോകാൻ തുടങ്ങുമ്പോ നന്ദിനി വേദയെ തടയും. റൂമിന്റെ അവിടെ പോയി നിന്നിട്ട് പറയും, എന്റെ അമ്മ ഇതിനകത്തൊന്നുമില്ല, ഇവള് വെറുതെ പറയുന്ന. കമല പറയും, അത് പരിശോധിക്കുമ്പോ അറിയാലോ. ആയിക്കോട്ടെ, പക്ഷെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. വേദ പറയും, ആയിക്കോട്ടെ മാറി നിൽക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുക. അങ്ങനെ വേദ അകത്ത് ചെന്നിട്ട് ഇങ്ങനെ സ്മെല്ലൊക്കെ എടുക്കും. അപ്പം താഴെ കുറച്ച് വറ്റി വീണ് എടുക്കുന്നുണ്ട്. അപ്പം നടന്ന കോഴിയുടെ അല്ല, വെച്ച കോഴിയുടെ മണമാണ് എന്ന് പറഞ്ഞ അവിടെയൊക്കെ ചുറ്റിലും നോക്കും. എന്റെ അടുത്താ കളി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോമ്മേ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ വേദ അവിടെ അലമാരയിലൊക്കെ നോക്കും. ഈ നേരം കൊണ്ട് ഇത് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു? എവിടെയും കാണുന്നില്ല. മുറി വിട്ട് പുറത്തു പോകാൻ വഴിയില്ല, ഇതിപ്പോ എവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് സാധനം കിട്ടും. നന്ദിനി തലേം താഴ്ത്തി അങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുക. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും വേദ. നന്ദിനി ആണെങ്കിൽ അയ്യപ്പ എന്നൊക്കെ വിളിച്ച് പേടിച്ചുകൊണ്ട് നിൽക്കാനടെ. കണ്ടുപിടിച്ചല്ലേ. അങ്ങനെ വേദ അതും എടുത്തോണ്ട് അങ്ങോട്ട് വരും. അല്ല, ഒരു കാല് കടിച്ചു പറിക്കുന്നത് കണ്ടല്ലോ, അതെവിടെ പോയി എന്ന് നന്ദിനിയോട് ചോദിക്കുമ്പോ, അതും കണ്ടോ? കാലെവിടെ? അപ്പൊ നന്ദിനി
സാരീന്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ എടുക്കും. സാരിയിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. അയ്യേ, സാരിക്കകത്തോ? ഇത് കണ്ട് അമ്മയും ഞെട്ടിപ്പോവും. ഹോ, മേശയുടെ അകത്ത് ബിരിയാണിക്കാല്, സാരിയുടെ ഉള്ളിൽ കോഴിക്കാല്. ഭാഗ്യം മടിയിൽ തിരികെ വെക്കാതിരുന്നത്. ഇവിടെ ഒരാളെ മാലയിട്ട് വ്രതം നോൽക്കാണെന്ന് അറിയില്ല നന്ദിനി. അത്ര ദിവസം പോലും സഹിക്കാൻ പറ്റാതായോ നിനക്ക്? വേദ പറയും, ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന കാര്യമല്ലമ്മേ, ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. അപ്പോ നന്ദിനി പറയും, ഇല്ലമ്മേ, ഇനി ഇത് ആവർത്തിക്കില്ല. വേദ പറയും, അതുകൊണ്ടായില്ല, ഈ ചെയ്തതിനെ നന്ദിനി എടുത്ത് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ശിക്ഷയോ? അമ്മയും പറയും, അതെ. അപ്പൊ വേദ പറയും, ആർത്തി കൊണ്ട് പറ്റിപ്പോയ ശിക്ഷയല്ലേ, അതുകൊണ്ട് ഇനി ആർത്തി തോന്നാൻ പാടില്ലാത്ത ശിക്ഷയായിരിക്കണം. എന്തോന്ന്? അപ്പൊ വേദ പറയും, ഈ നിമിഷം മുതൽ ഉണ്ണാവൃതം. എന്ന് വെച്ചാ? അപ്പൊ വേദ പറയും, ഇന്നും നാളെയും നന്ദിനിയെടുത്ത് ഒന്നും കഴിക്കാതെ അയ്യപ്പ സ്വാമിയെ ഭജിച്ചിരിക്കണം. ഇനി മറ്റന്നാൾ രാവിലെ ഭക്ഷണം കഴിക്കാം. കമലയും പറയും, ആ, അത് തന്നെയാ വേണ്ടത്. ആ, ഇപ്പൊ ചെയ്ത പാപത്തിന് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തോളാം. വേദ പറയും, ഇത് തെറ്റിച്ചാലേ ഉപവാസമായിരിക്കും ശിക്ഷ. പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. എങ്കിൽ ഞാൻ പോട്ടെ അമ്മേ, ഓഫീസ് പോവാൻ ലേറ്റായി എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോകും. കമല ഇങ്ങനെ നന്ദിനിയെ നോക്കും. നന്ദിനി വിചാരിക്കും, എൻ്റെ അയ്യപ്പ, ഇത് 18ന്റെ പണിയായിപ്പോയി. എന്നിട്ട് ആ ബിരിയാണി പാത്രം വാങ്ങിക്കാൻ നോക്കുമ്പോൾ അമ്മ കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ ചിരിക്കുന്നുണ്ട്. ശേഷം നന്ദിനി ആ ചിക്കൻ കലയെ കയ്യിലുണ്ടല്ലോ, അത് കഴിക്കാൻ തുടങ്ങും. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞ് അത് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കണം അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് കമല ആ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ വേദയുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. കമല എന്ന് വിളിച്ച് അടുത്തേക്ക് വരുമ്പോ തന്നെ കമല ആദ്യം പേടിക്കുന്നുണ്ട്. തിരക്കാണോ? എനിക്ക് ഒരു 5 മിനിറ്റ് മതി, നമുക്ക് ഈ നടയിൽ നിന്ന് മാറി നിൽക്കാം. അങ്ങനെ അവര് കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കണേ. വിക്രം മാലയിട്ടത് അറിഞ്ഞു. വേദയാണല്ലേ അത് ചെയ്യിച്ചത്. അന്ന് ഞാൻ കമലയോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ വിഷമം മനസ്സിലാക്കി കമല അവളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. കമല പറയും, പത്മത്തിന്റെ വിഷമത്തിനാണോ വേദയുടെ സന്തോഷത്തിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരമ്മ എന്നുള്ള നിലയിലെ പത്മത്തിന് വേദയുടെ സന്തോഷമായിരിക്കില്ലേ മുഖ്യം? പത്മൻ ചോദിക്കും, അതെന്താ അങ്ങനെ ചോദിച്ച്? അങ്ങനെയാണെങ്കിൽ പത്മ ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. വേദ ആ വീട്ടില് സന്തോഷത്തോടെയാ കഴിയുന്നത്. നിങ്ങളിതുപോലെയുള്ള വീട്ടിൽ കഴിഞ്ഞ കുട്ടിയെ ഞങ്ങളെ പോലത്തെ വീട്ടില് തളച്ചിടാൻ പാടില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. വേദയുടെ സന്തോഷം അവള് മനഃപൂർവ്വം കാണിക്കുന്നതാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. എന്റെ മകന് വേണ്ടി അവള് സ്വന്തം ജീവിതം പാഴാക്കാണെന്ന് കൂടെ മാഷു പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും വേദ അവിടുന്ന് പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി. കുറച്ചു ദിവസം ഞാൻ അവളോട് പത്മത്തിന് വേണ്ടി സ്നേഹം കാണിക്കാതെ ജീവിച്ചു. പക്ഷെ അതൊന്നും അവളെ ബാധിച്ചില്ല. അവള് ആദ്യത്തിനേക്കാളും കൂടുതൽ എന്നോടും എന്റെ വീട്ടുകാരോടും സ്നേഹം കാണിച്ചതേ ഉള്ളൂ. പത്മം പറയും, അത് അവളുടെ ഒരു ദുർവാശി കാരണമായിരിക്കില്ലേ കമലെ? കമല ചിരിച്ചിട്ട് പറയും, സ്നേഹത്തിന് വാശി എന്നൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ പത്മം. ഏത് നിമിഷവും ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് അടർത്തി മാറ്റാൻ എങ്ങനെ കഴിയും? പത്മം അത് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇവര് സംസാരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്